ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. രോഗവും കടബാധ്യതയും തളർത്തിയ ഒരു കുടുംബം സുമനസ്സുകളുടെ കനിവ് തേടുന്നു. സുരേഷ് കുമാറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം. പാലക്കാട് വാണിയംകുളം നാരങ്ങപ്പറമ്പിൽ സുരേഷ് കുമാറിന്റെ കുടുംബം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി കരുണയുള്ള മനുഷ്യരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. കാർപ്പന്ററായിരുന്ന 48-കാരനായ സുരേഷ് കുമാറിന് 5 വർഷങ്ങൾക്ക് മുൻപാണ് ഗുരുതരമായ വൃക്കരോഗം ബാധിച്ചത്. ശസ്ത്രക്രിയയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചെങ്കിലും കഴിഞ്ഞ 5 വർഷമായി മരുന്നുകൾ കൊണ്ട് അദ്ദേഹം ജീവിതം തള്ളി നീക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഇതെൻ്റെ ഹസ്ബൻഡാണ്. കാർപ്പൻ്റർ ആയിരുന്നു. ഇപ്പം 3 വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖത്തിലാണ്. പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നപ്പോൾ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് 3 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റി വെക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനാണ് കിഡ്നി കൊടുക്കുന്നത്. അപ്പം അതിനുള്ള പൈസയൊന്നും ആയില്ല. ഇപ്പം നാട്ടുകാർ പിരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഈ മാസമാണ് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സുരേഷിന് വൃക്ക നൽകാൻ ഭാര്യ ധന്യ തയ്യാറാണെങ്കിലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമാണ്. ആകെയുള്ള വീടൊഴികെ മറ്റൊരു സമ്പാദ്യവുമില്ലാത്ത ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്തുക അസാധ്യമാണ്. 2 പിഞ്ചു പെൺമക്കളടങ്ങുന്ന ഈ കുടുംബം നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ്. ചികിത്സാ ചെലവുകൾക്ക് പുറമെ കാർഷിക വികസന ബാങ്കിൽ നിന്നും എടുത്ത 10 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയും ഇവരെ വേട്ടയാടുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ഭീഷണിയിലുമാണ്. സുരേഷ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും നിലച്ചു. സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി വാണിയംകുളത്തെ പനയൂർ ഗ്രാമം ഒന്നാകെ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പിഞ്ചുമക്കൾ അനാഥരാകാതിരിക്കാൻ സുമനസ്സുകൾ ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ അച്ഛന് അസുഖമാണ്. എൻ്റെ അച്ഛൻ 3-4 കൊല്ലമായി കിടപ്പിലാണ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ വീടൊക്കെ കടമാണ്. കടമൊക്കെ ബാഗിൽ കൊടുക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.